അപ്പോൾ ഇന്നലെ രാത്രി 12:30 വീട്ടിലെത്തിയപ്പോൾ അതൊക്കെ ഫ്ലാറ്റായി പോയി. ഏകദേശം 20 കിലോമീറ്ററോളം നടക്കേണ്ടി വന്നു. നെടുമ്പാശ്ശേരി വെച്ചാൽ പഞ്ചറായി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആലുവ വരെ, ആലുവയിൽ നിന്ന് പിന്നെ മെട്രോ കയറി കളമശ്ശേരിയിൽ ഇറങ്ങി, പിന്നെ കളമശ്ശേരിയിൽ നിന്ന് കണ്ടേൻ റോഡ് വഴി വീട് വരെ നടന്നു. എല്ലാം കൂടി 20 കിലോമീറ്ററോളം നടന്നു. പിന്നെ ഇതുവരെ ആ സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല. വന്ന വാടി ഒറ്റ വീഴ്ചയായിരുന്നു. പിന്നെ ഉറക്കുണ്ടായില്ല. ഭക്ഷണം കഴിച്ച് ഒറ്റ വീഴ്ച വീട്ടാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളുടെ ബഹളം കാരണം ഇതിൽ നിന്ന് പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഞ്ചർ ഒട്ടിക്കാനുള്ള ടയർ കുത്തിയെടുക്കാനും പഞ്ചർ ഒട്ടിക്കാനുള്ള ഒരു സ്റ്റിക്കറോ എന്തെങ്കിലും അതും കൂടി കരുതണം. പമ്പില്ലെങ്കിൽ പോലും. പമ്പ് ഇന്നലെ പെട്രോൾ പമ്പിൽ കയറി കാറ്റടിച്ച്, അപ്പോഴാണ് അവർ പറഞ്ഞത് പഞ്ചറായിട്ടുണ്ട്. കാരണം ആ ഒരു ഭാഗത്തെ കൂടി നന്നായിട്ട് എയർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രക്ഷയില്ലാന്ന് മനസ്സിലായാണ് തള്ളിയത്. ഒരു ഓട്ടോയോ അല്ല ഊബർ അവർ കയറ്റില്ല. ഓട്ടോ വിളിക്കാമെന്ന് വെച്ചാൽ ഓട്ടോ പോലും ഇല്ല, ഞായറാഴ്ചയല്ലേ. പിന്നെ ഇതൊക്കെ യാത്രയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ എടുക്കും. അല്ലാതെ എപ്പോഴും 100% നമ്മൾ സക്സസ് ആയിട്ട് വരിക എന്നൊന്നുമില്ലല്ലോ. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളും ഫോട്ടോകളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ ഒരു പാഠമായിട്ട് ഉൾക്കൊള്ളുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇനി അടുത്ത തവണ പോകുമ്പോൾ എന്തായാലും ഞങ്ങൾ പഞ്ചർ കിറ്റ് കരുതിയിട്ടേ പോവുള്ളൂ. കാറ്റ് നമുക്ക് എയർ അടിക്കൽ പമ്പിൽ കയറിയിട്ടാണെങ്കിലും അടിക്കാം. പഞ്ചർ ഒട്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൊട്ടടുത്തൊരു പമ്പ് ഉണ്ട്, അവിടെ കയറി അടിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പഞ്ചർ നല്ല ഒന്നാന്തരം പഞ്ചർ തന്നെ കിട്ടിയത്. അത് അവിടെ നിന്ന് എങ്ങനെ അതുവരെ കുഴപ്പമുണ്ടായില്ല. ഭാഗ്യത്തിന് ആ കാട്ടുവഴി കൂടിയൊന്നും വന്നിട്ട് പ്രശ്നം ഉണ്ടായില്ല. സിറ്റിയിൽ പൊതുവേ ആണികളാണ്. ഒരു വീഡിയോ അതിനുവേണ്ടി ചെയ്യാം. നിറയെ ആണിയും സ്ക്രൂസും ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഈ റോഡിൻ്റെ അരികത്തിൽ കൂടി സഞ്ചരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അത് വലിയ വാഹനമായാലും ഇതുപോലുള്ള സൈക്കിളുകളായാലും. മഴയായതുകൊണ്ട് നമുക്ക് വെള്ളം കെട്ടിയിരിക്കണോണ്ടേ ഇവിടെ ആണിയുണ്ടോ എന്നും നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. അതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കി തന്നെ രാത്രി വണ്ടി ആണി ഉണ്ടെങ്കിൽ കവർ ചെയ്ത് പോകാൻ വേണ്ടി സൂക്ഷിച്ച് നോക്കിയിട്ട് വണ്ടി ഓടിക്കുള്ളൂ. ഇതിപ്പോൾ ആണി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. അതാണ് സംഭവിച്ചത്. ഇതൊക്കെ യാത്രയുടെ ഭാഗമാണ്. എന്നാലും അത്യാവശ്യം ഒരു പാഠം പഠിക്കാനുള്ള സാഹചര്യം കിട്ടി. അപ്പോൾ ഇത്രയോടും കാണുമ്പോഴും മാറ്റിയിട്ടില്ല. അപ്പോൾ ഓക്കെ. അപ്പം ഇനി പോരാതെ നടന്നു വന്നുകൊണ്ട് മുട്ടുകാലിന് രണ്ടിന് നല്ല പണി കിട്ടി. അപ്പം ഇനി കുറച്ച് ദിവസം ചെറിയ ട്രിപ്പുകളായിരിക്കും. വലിയ ട്രിപ്പുകൾ ഒന്നാമത് മഴയത്ത് വലിയ ട്രിപ്പ് ചെയ്താലും ശരിയാവില്ല. മഴയത്ത് വലിയ ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പോയിട്ട് വരിക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ പഞ്ചറായതിന് ശേഷം നമുക്ക് ആണ് ബോധം ഉദിച്ചത്. പല സാധനങ്ങളും നമ്മൾ കൈ കരുതിയില്ലെങ്കിൽ പണി കിട്ടും. കാരണം 10-20 കിലോമീറ്ററൊക്കെ രാത്രി തള്ളിക്കൊണ്ടുവരാന്ന് പറയുന്നത് അത്ര ഈസി അല്ല. മഴയത്ത്, അതും പെരുമഴയത്ത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ റാൽസൻ്റെ ഒരു ട്യൂബ് വാങ്ങിയിട്ടുണ്ട്. അത് 190 രൂപ ട്യൂബിന്. പിന്നെ പഞ്ചർ പാച്ച് ഒരു 4 വാങ്ങിയിട്ടുണ്ട്. ഓവൽ ഷേപ്പ് പഞ്ചർ പാച്ച് ഒരു 4 വാങ്ങി. പിന്നെ ഒരു സൊല്യൂഷൻ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ചെയിൻ ലൂബും വാങ്ങി. ചെയിൻ ലൂബ് കുറേ നാളായി അന്വേഷിക്കണം. അപ്പോൾ അവിടുന്ന് ഇത് 60 രൂപയുള്ളൂ ചെയിൻ ലൂബിന്. 60 രൂപയുടെ ചെയിൻ ലൂബാണ്. അത് മതി നമുക്ക്. പഞ്ചർ പാച്ചിന് 5 രൂപയാണ് ഒരെണ്ണത്തിന്. ഓവൽ ടൈപ്പിന് കുറവാണ്. പിന്നെ ഈ സൊല്യൂഷൻ
സൊല്യൂഷനും 18 രൂപയേ ഉള്ളൂ. ഒരു ട്യൂബിന് 18 രൂപ ഉള്ളൂ. അപ്പോൾ ഇത്രയും കൂടാതെ ഇപ്പോൾ ഒരു സാൻഡ് പേപ്പറുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഡെക്കാത്ലോണിൽ നിന്നൊരു ടയർ ലിവർ 3 ഒരു സെറ്റ് 200 രൂപ അതുകൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും അത്യാവശ്യമാണ്, അല്ല രക്ഷയില്ല. ഇത്തരം സാധനങ്ങൾ പഞ്ചർ കിറ്റ്, മറ്റേ ഇത് പഞ്ചർ കിറ്റിൽ ഉൾപ്പെടുത്തിയാണ്. ട്യൂബ് കാണിച്ചാണ് സെയിം. അതുകൂടാതെ ഇതും കൂടി വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് മേടിപ്പിച്ച ഒരു വില്ലൻ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത്തരം സാധനം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും 20 കിലോമീറ്റർ നമ്മളെ കൊണ്ട് സൈക്കിൾ തള്ളിക്കുകയും ചെയ്ത ഒരു വില്ലൻ ഈ പത്രത്താളിൽ കിടപ്പുണ്ട്. അവൻ കാണിച്ചു തരാം. ഇതാ, ഇവനാണ് ആ വില്ലൻ. ഉണ്ടോ? എല്ലാം മനസ്സിലാവുണ്ടോ? ഈ കാണുന്നത് ഇതൊരു കുപ്പിച്ചില്ലാണ്. ഈ കുപ്പിച്ചില്ലാണ് നമുക്ക് പണി തന്നത്, പഞ്ചർ വന്നത്. ഉണ്ടോ? അപ്പോൾ നമ്മൾ സ്ക്രൂസും ആണിയും മാത്രമല്ല, ഈ കുപ്പിച്ചില്ലും അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ഹെഡ്ലൈറ്റ് എന്തോ പൊട്ടി താഴ്ന്ന് കിടപ്പുണ്ടായിരുന്നു, പൊടിഞ്ഞ് കിടക്കായിരുന്നു. പക്ഷെ അത് കാര്യമാക്കാതെ അതിൻ്റെ മുകളിൽ കൂടി സൈക്കിൾ കൊണ്ടുപോകുന്നോ എന്നൊരു സംശയം. ഓർക്കുന്നില്ല, എന്തൊരു സംശയം പോലെ. അപ്പോൾ അത്തരം ഈ ഹെഡ്ലൈറ്റൊക്കെ ആയിട്ട് ഹെവി ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ആണിയും സ്ക്രൂസും മാത്രമല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് നമുക്ക് പണി തന്നതാണ് കുപ്പിച്ചില്. അത് അതിനകത്ത് കയറി ഇരിക്കുകയായിരുന്നു. ആക്ച്വലി വലിയ ഒരു പഞ്ചറായിട്ട് തന്നെ വന്നത്. അപ്പോൾ ട്യൂബൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. യാത്രകൾ വീണ്ടും തുടരും. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇനി സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. പോകുന്ന കൂട്ടത്തിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. പമ്പ് ഡീക്കാത്തിലൂടെ നിന്നൊരു വലുത് വാങ്ങിയതിരിപ്പുണ്ട്. അത് കൊണ്ടുപോയാൽ മതി. നമുക്കിപ്പോൾ ഭംഗിയൊന്നും വിഷയമല്ലല്ലോ. ഭംഗിയൊന്നുമല്ല, നമ്മൾ ഭംഗിയും സ്റ്റൈല് കാണിക്കാനൊന്നുമല്ല നമ്മൾ പോണത്. നമ്മളൊരു യാത്ര, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ. സൈക്കിളിൻ്റെ പഞ്ചർ ഒട്ടിച്ച് സ്വന്തമായിട്ട് തന്നെയാണ്. അപ്പോൾ അത് ക്വിക്ക് റിലീസായതുകൊണ്ട് ഈസിയായിട്ട് അഴിക്കാൻ പറ്റും. ലിവർ വലിച്ചിട്ട് തിരിച്ചെടുത്താൽ മതിയല്ലോ. ഫ്രണ്ടും ബാക്കും ക്വിക്ക് റിലീസാണ്. അപ്പോൾ സ്വന്തമായിട്ട് തന്നെയാണ് പഞ്ചർ ഒട്ടിച്ചത്. അത് പഠിച്ചു വയ്ക്കണമല്ലോ. നമ്മൾ ദൂരയാത്ര പോകുമ്പോൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി ചെയ്യണം. പഠിക്കാമെന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്താറുള്ളതാണ്, എന്നാലും ഒന്ന് ചെയ്തു. ഓക്കെ. മറ്റൊരു കാര്യമുള്ളത്, നമ്മളന്ന് ഇട്ടുകൊണ്ട് പോയ ചെരുപ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത് ഇതാണ്. ഉണ്ടോ? നല്ല ഷൂ ആണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ സോള് നല്ല ബലമാണ്. അതുകൊണ്ട് നമുക്ക് കാലിന് പരിക്ക് പറ്റിയില്ല ഭാഗ്യത്തിന്. 20 കിലോമീറ്റർ നടന്ന് ആ വെള്ളത്തിൽ കൂടി നടന്നാണ് പ്രശ്നമായത്. ഉണ്ടോ? ഇത് ഇച്ചിരി കൂടുതൽ ഡാമേജായി. അത്ര തന്നെ പൊളിഞ്ഞുപോയി. പോട്ടെ, നമ്മൾ നോക്കണ്ട. അതായത് നമ്മൾ എത്രയും ദൂരം നമ്മളെ സംരക്ഷിച്ച് അവിടെ നിന്ന് ഇവിടം വരെ നടന്നു ഏകദേശം. അപ്പോൾ ഇതൊക്കെ ഒരു കണക്കിന് ഒപ്പിച്ച് കൊണ്ടുവന്നാണ്. ഇങ്ങനെ ആയിപ്പോയി. ഈ ചെരുപ്പ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ പരുവായി. എന്തായാലും നല്ല ഷൂ ആണെന്ന് വെച്ചാൽ ഇതിൻ്റെ സോള് നല്ലതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല കട്ടിയാണ് സോള് അത്യാവശ്യം. പിന്നെ അതിനകത്ത് ഒരു ഇരുമ്പിൻ്റെ ഒരു ഇതും കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം. സൈക്ലിങ്ങിന് ഇതൊക്കെ മതി. നമുക്ക് കുന്നും മലയൊക്കെ കയറാനായിട്ട് ഇത് മതി. റിപ്പയർ ചെയ്ത് തയ്ച്ചെടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം അതൊക്കെ മതി. നമ്മളേറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ റൈഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ
ഓക്കെ.